സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. 2026 തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനത്തിൻ്റെ ഒരുക്കങ്ങളും ആരവങ്ങളും ആരംഭിച്ചു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അണിയറ ചർച്ചകളും അടുക്കള ചർച്ചകളും ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ് കരക്കമ്പികളിൽ നിന്ന് വരുന്ന ഒരു വളരെ വളരെ വലിയ വിഷയം എന്തെന്ന് വെച്ചാൽ എംപിമാർ കൂട്ടത്തോടെ മന്ത്രിമാരാവാൻ പോവുകയാണ്. ഇപ്പോഴിതാ ഭരണം വരുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് എംപിമാരെല്ലാം പോകുന്നത്. പക്ഷേ ഭരണം വന്നില്ലെങ്കിൽ എംപി സ്ഥാനം കൂടെ പോകും. ആരൊക്കെയാണ് ഉൾപ്പടിച്ചിരിക്കുന്നതെന്നാണ് വാർത്തകൾ വരുന്നത്. അടൂർ പ്രകാശ് തിരുവനന്തപുരത്ത് നിന്ന് ആറ്റിങ്ങൽ എംപി ആയിട്ടുള്ള അടൂർ പ്രകാശ് ഉൾപ്പടിച്ച് നിൽക്കുന്നു. അത് കഴിഞ്ഞ് കാസർഗോഡ് ചെന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ ഇപ്പോൾ മന്ത്രിയാവണം. ബെന്നി ബെഹനാനി മന്ത്രിയാവണം. എറണാകുളത്ത് ബെന്നി ബെഹനാനി മന്ത്രിയാവണം. അതുപോലെ തന്നെ നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷിന് ഇവിടെ മന്ത്രിയാവണം. പിന്നെ ആന്റണിക്ക് മന്ത്രിയാകണം. എന്തിനു പറയുന്നു, പ്രമുഖരായ എംപിമാർക്കെല്ലാം മന്ത്രിമാരാകണം. എംപിമാരോടുള്ള വളരെ വിനയത്തോടുള്ള അഭ്യർത്ഥന, നിങ്ങൾ അവിടെ തുടരൂ, നിങ്ങൾ എംപിമാരായി തുടരൂ. നിങ്ങൾ പാർലമെന്റിലേക്കല്ലേ നിങ്ങളെ ജനങ്ങൾ ജയിപ്പിച്ചത്. ഇവിടെ എത്ര വലിയ നേതാക്കൾ കിടക്കുന്നു. വി ഡി സതീശൻ കിടക്കുന്നു, രമേശ് ചെന്നിത്തലയുണ്ട്, പിന്നെ കെ മുരളീധരനുണ്ട്, സണ്ണി ജോസഫ് ഉണ്ട്, എം ഹസനുണ്ട്. അങ്ങനെ പിന്നെ സ്ത്രീകളെടുത്തു കഴിഞ്ഞാൽ ബിന്ദു കൃഷ്ണയുണ്ട്, ഷാനിമോൾ ഉസ്മാനുണ്ട്, പിന്നെ നമ്മുടെ സിദ്ദിഖുണ്ട് വയനാട് നിന്ന് വരാനായിട്ട്, പിന്നെ നമ്മുടെ വിഷ്ണുനാഥ് ഉണ്ട്. ഇങ്ങനെ പറഞ്ഞാൽ കോൺഗ്രസിന് പിന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട്. കോൺഗ്രസിന് നേതാക്കളെ പ്രളയമല്ലേ, അവർ ഭരിക്കട്ടെന്നേ. വരികയാണെങ്കിൽ മുന്നണി വരികയാണെങ്കിൽ അവർ ഭരിക്കട്ടെന്നേ. ആകപ്പാടെ 10-12 സീറ്റല്ലേ കിട്ടുകയുള്ളൂ. പിന്നെ മന്ത്രിസ്ഥാനത്തുകൾ കിട്ടുന്ന ഒരു 10-ന് താഴെ മന്ത്രിസ്ഥാനങ്ങളെ കിട്ടുകയുള്ളൂ. ഈ പ്രമുഖർ ഭരിക്കട്ടെന്നേ. നിങ്ങളെല്ലാവരും കൂടി ഉടുപ്പടിക്കരുത് ഇപ്പം മന്ത്രിയാവാൻ. നിങ്ങൾ എംപിമാരാകൂ. അല്ലെങ്കിലുള്ള പ്രശ്നം വീണ്ടും എംപിമാരുടെ തെരഞ്ഞെടുപ്പ് വരും. അത് പറയും പോലെ നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് കോൺഗ്രസ്സുകാരെ, നിങ്ങൾ ദയവായി നിങ്ങളുടെ മൂത്താപ്പമാരെല്ലാം എംപിമാരായി തന്നെ തുടരുക. പിന്നെ യുവതലമുറയ്ക്ക് മാറിക്കൊടുക്കുക. യുവതലമുറയിൽ തന്നെ വലിയൊരു സംഘമുണ്ട്. നമ്മുടെ പിന്നെ സന്ദീപ് വാര്യർ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി ആളുകളുണ്ടല്ലോ, റിജി മാക്കുറ്റിൽ, പിന്നെ നമ്മുടെ ശബരിനാഥ് തുടങ്ങി വലിയ തോതിൽ നിങ്ങളുടെ കൂടെ യുവാക്കളുണ്ട്, പിന്നെ യുവതികളുണ്ട്. അവർക്കെല്ലാം അവസരം കൊടുക്കുക. നിങ്ങൾ ഒരു കാരണവശാലും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകരുത്. നിങ്ങൾ രാഹുൽ ഗാന്ധിയൊക്കെ കണ്ടു പഠിക്കണം. നിങ്ങൾ ആന്റണിയെ കണ്ടുപഠിക്കണം. ആന്റണി ഇപ്പോൾ കണ്ട ഇന്ന് തെരഞ്ഞെടുപ്പൊക്കെ മതിയാക്കി വിട്ടിരിക്കുകയല്ലേ. അതുപോലെ നിങ്ങൾ ദയവായി ഇനി കേരള രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി ഇവിടെ ഉള്ള സീറ്റുകൾ കൂടി കളയരുത്. നിങ്ങൾ തോറ്റുപോകുന്നല്ല പറയുന്നത്, ഒരുപാട് പേരുടെ അവസരം നഷ്ടപ്പെടുത്തും. അതൊരു പക്ഷേ പുതിയൊരു ഗ്രൂപ്പ് സമവാക്യത്തിന് ഇടവരുത്താം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ എംപിമാരായി തുടരുക കേന്ദ്രത്തിൽ. അത് കഴിഞ്ഞ് നമുക്ക് MLA-മാരായിട്ട് ആലോചിക്കാം. ഇവിടെ തൽക്കാലം ബാക്കിയുള്ളവർ MLA-മാരാകട്ടെ. അല്ല, നിങ്ങൾ ഇവിടെ പഠിച്ചിരിക്കുകയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അടിച്ചിട്ടില്ലെങ്കിൽ ദയവായി ഷർട്ട് തയ്ക്കരുത്. ഇവിടെ കോൺഗ്രസ്സുകാരിൽ ഒരുപാട് ആളുകൾ ഇവിടെ പഠിച്ചവരും പുതിയ തലമുറയിൽപ്പെട്ടവരും ആണും പെണ്ണും വനിതയും പുരുഷനുമായിട്ടൊക്കെ യൂത്തും മൂത്തതും ഒക്കെ ഒരുപാടുണ്ട് ഇവിടെ. അവർ വരട്ടെ. ഇതിൻ്റെ ഇടയിൽ പ്രൊഫഷണൽ ആളുകൾക്ക് കൊടുക്കണം, ജാതി സമവാക്യം നോക്കണം, ഒരുപാട് കാര്യങ്ങൾ നോക്കണം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എംപിമാർ 4-5 പേർ കേരളത്തിൽ വന്ന് ഉൾപ്പടിക്കുന്നത് ശരിയല്ല. കേശ വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉൾപ്പടിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. ശശി തരൂർ ഷർട്ട് അടിച്ചു കഴിഞ്ഞു, ജുബ്ബ അടിച്ചു മുഖ്യമന്ത്രിയാകാൻ. പക്ഷേ അത് പ്രയാസമാണ്, കിട്ടാൻ സാധ്യതയില്ല. എന്തായാലും എല്ലാവരും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ മന്ത്രിയോ ആകാനുള്ള തയ്യാറെടുപ്പിലാണ്. അതുകൊണ്ട് നിങ്ങൾ MP പട്ടം നോക്കുക, മറ്റത് ഇവിടെയുള്ളവർ നോക്കട്ടെ.